ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായി കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ടൊക്കെ പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മമായത്തിൻ്റെ ഈ ഒരു ഹൈഡ്രാ ജെൽ ഇന്ത്യൻ സൺസ്ക്രീനിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പം റീസെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഇതാണ്. ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആദ്യം ഞാൻ യൂസ് ചെയ്തത് ലോട്ടസിൻ്റെ സൺസ്ക്രീൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഈ ഒരു സൺസ്ക്രീനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 50 ഗ്രാം പ്രോഡക്റ്റിൻ്റെ ഒരു പാക്കാണ് കേട്ടോ. 50 ഗ്രാം പ്രോഡക്റ്റിന് വന്നിട്ടുള്ളത് 399 രൂപയാണ്. അപ്പോൾ അതെനിക്ക് വലിയ എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ സൺസ്ക്രീൻ നല്ല പൈസയാണ് ഗൈസ്. അപ്പോൾ എത്ര പൈസ കൂട്ടിയാലും നമ്മളത് വാങ്ങുന്നില്ല, കാരണം അത്രക്ക് വെയിലാണല്ലോ. അപ്പോൾ സൺസ്ക്രീൻ ഇപ്പോൾ സ്റ്റാർട്ടിങ് എനിക്കൊന്ന് 200 സംതിങ് മുതലാണ് സ്റ്റാർട്ടിങ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ അക്കോളജിക്കൻ്റെ സൺസ്ക്രീനൊക്കെ 500 സംതിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ 399 എന്ന് പറയുമ്പം വലിയൊരു എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ അവർ SPF 15 ആണ് കേട്ടോ. ഇത് PA+++ ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോൾ സൺസ്ക്രീൻ വാങ്ങുമ്പോൾ PA+++, 3 പ്ലസ് നോക്കി വാങ്ങിക്കണം. അപ്പോൾ ഇതിൽ ഓക്കെ PA+++ ആണുള്ളത്. പിന്നെ നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 15 ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ അവർ പാക്കിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. SPF 15 ആണ്. പിന്നെ ഇതിൽ അവർ പറയുന്നുണ്ട് പാരബൻ, സിലിക്കൺ ഫ്രീ, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ്, സ്യൂട്ട് ഓൾ സ്കിൻ ടൈപ്സ്. അതൊക്കെ ഈ ഒരു ട്യൂബിൻ്റെ മുകളിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഈ മമായത്തിൻ്റെ തന്നെ നമുക്ക് ഒരുപാട് സൺസ്ക്രീൻ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഹൈഡ്രാ ജെല്ലാണ്. മെയിനായിട്ട് ഞാൻ ജെൽ ടൈപ്പ് നോക്കി വാങ്ങിച്ചതാണ് ഗൈസ്. കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഞാൻ ഓയിലി സ്കിന്നുകാർക്ക് കുറച്ചുകൂടി സ്യൂട്ടാവുന്നതല്ല ജെൽ ടൈപ്പ് ആയിട്ടുള്ള, എന്തായാലും ജെൽ ടൈപ്പ് നോക്കി വാങ്ങിക്കലാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഹൈഡ്രാ ജെൽ ഇന്ത്യൻ സൺസ്ക്രീനിലെത്തിയത് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ തന്നെ അൾട്രാ ലൈറ്റ് സൺസ്ക്രീൻ ഉണ്ട് മമായത്തിൻ്റെ തന്നെ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഹൈഡ്രാ ജെല്ലാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഗൈസ്. വലിയ ഒരു എന്താ പറയുക, ലോഷൻ എന്നൊന്നും പറയാൻ അത്ര പറ്റില്ല, അധികം ജെല്ലും അല്ല കേട്ടോ. ഒരൊത്തൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അധികം ലൂസൊന്നുമില്ല, പിന്നെ അധികം എന്താ പറയുക ടൈറ്റും അല്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു സൺസ്ക്രീന് ഞാൻ എൻ്റെ ഫേസിൽ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ ഇടുമ്പോൾ 3 ഫിംഗർ റോൾ ഉപയോഗിച്ചിട്ട് ഇടാൻ, ഞാനിപ്പോൾ കുറച്ചെടുത്ത് ഇങ്ങനെ ഇടുന്നതേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഞാനിത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്ന മെയിൻ കാരണം എന്ന് വെച്ചാൽ വൈറ്റ് കാസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ ഫേസിൽ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എത്രത്തോളം ഡിഫറൻറ്റ്, വലിയ വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇട്ടിട്ടുള്ള പോലെ ഒരു ചെറിയൊരു ഫീൽ ഉണ്ട് കേട്ടോ. അല്ലാതെ ഭയങ്കര വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നുമായിട്ട് വേഗം സ്മൂത്തായി പോകുന്ന ഒരു സൺസ്ക്രീനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ലാക്മീൻ്റെ ഒക്കെ സൺസ്ക്രീൻ ഇട്ടാൽ ഭയങ്കര പൊട്ടി അടിച്ച പോലെ നിൽക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് അതേപോലെ പൊട്ടിയായിട്ട് നിൽക്കുമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നുമായിട്ട് വേഗം ഇതായി പോകുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ. പിന്നെ ഇതിൽ അവർ പറയുന്നത് നമ്മൾ ശരിക്കും എന്താ ചെയ്യുക, സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ 2 hours കഴിയുന്തോറും നമ്മൾ അപ്ലൈ ചെയ്യണം എന്നാണ്, അങ്ങനെയാണല്ലോ. പക്ഷേങ്കിൽ ഇതിൽ അവർ പറയുന്നത് 6 hours കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യേണ്ടുള്ളൂ എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഗൈസ്. പക്ഷേങ്കിൽ ഇതെനിക്ക് 6 hours വരെ ഒന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. മാക്സിമം ഒരു 3 hours ഓക്കെ, അല്ലാണ്ട് 6 hours വരെ നിൽക്കുന്ന എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷെ അവരിതിൽ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 6 hours വരെ. 6 hours കഴിഞ്ഞിട്ട് നമ്മൾ റീപ്രൊട്ടക്ഷന് ചെയ്യേണ്ടുള്ളൂ, വീണ്ടും അത് അപ്ലൈ ചെയ്യേണ്ടുള്ളൂ എന്ന് അവരിതിൽ പറയുന്നുണ്ട്. പക്ഷെ എനിക്കത് തോന്നിയിട്ടില്ല കേട്ടോ, അത്രത്തോളം ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇത് SPF 15 ഉള്ളതുകൊണ്ട് തന്നെ നല്ല കവറേജ് കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പം ശരിക്കും നമ്മൾ ഇന്ത്യൻ സ്കിൻ ടോണിന് SPF 30+ ഏത് സൺസ്ക്രീനും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പം ഭയങ്കര വെയിലാണ് ഗൈസ്. നമുക്ക് എല്ലാ പ്രാവശ്യത്തിനേക്കാൾ കുറച്ചുകൂടി ചൂട് കൂടുതലാണ് ഈ പ്രാവശ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, കൂടുതലായിട്ടുള്ള നല്ലൊരു കവറേജ് കിട്ടണമെങ്കിൽ SPF 15 തന്നെ വേണ്ടി വരും. അത്രക്ക് വെയിലാണ് കേട്ടോ. നമ്മൾ വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അത്രയും വെയിലാണ്. വീട്ടിലിരുന്നാൽ തന്നെ ഇതാ ഞാനിപ്പോൾ
ഫാൻ ഇതാണ്ട് വീഡിയോ എടുക്കുന്നത്. ഞാൻ തന്നെ ഇതാ നേരത്തെ കുളിക്കുന്നു ഗൈസ്. അപ്പോൾ അതാണ് അവസ്ഥ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചൂടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ട് പോകുന്നത് SPF 15 ഉള്ള സൺസ്ക്രീൻ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെനിക്കൊരു നല്ലൊരു സൺസ്ക്രീനായിട്ട് തോന്നിയ, അത്യാവശ്യം എന്താ പറയുക കവറേജൊക്കെ തരുന്നുണ്ട്. പിന്നെ പൊട്ടി അടിച്ച പോലെ ഒന്നും ഇരിക്കുമല്ലോ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്യൂട്ടായി പോകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. മറ്റേ നമ്മൾ ഇതിൻ്റെ ലോട്ടസിൻ്റെ ഇട്ട സമയത്ത് അത് ഓയിലി സ്കിന്നുകാർക്ക് ഒട്ടും സ്യൂട്ടാവില്ല, കാരണം അത് ഓയിലി ആയിട്ട് നിൽക്കും. നമ്മൾ ഏതൊരു സൺസ്ക്രീൻ ഇട്ടാലും കുറച്ച് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ഓയിലി ആയി പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ, ഒട്ടും ഓയിലി ആക്കുന്നില്ല. ശരിക്കും നല്ലൊരു കവറേജ് തന്നെ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീനാണിത്. ഇപ്പോൾ യൂസ് ചെയ്തതിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഇത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു സൺസ്ക്രീനിൻ്റെ വീഡിയോ തന്നെ ഇട്ട് വരുന്നത് ഞാനിപ്പോൾ ഓരോന്ന് വാങ്ങിക്കുമ്പോൾ ഞാനൊക്കെ ഇടാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ്, വെയിലാണ്. അപ്പോൾ സൺസ്ക്രീൻ എനിക്ക് കറക്റ്റ് നമുക്ക് കുറേ നാൾ നിൽക്കുന്ന സൺസ്ക്രീൻ ഇപ്പം അങ്ങനെ നിൽക്കണം എന്നില്ല. ശരിക്കും 1 മന്തിനുള്ളിൽ തന്നെ തീരും. എൻ്റെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെയാണ് വാങ്ങിയത്. ഫസ്റ്റ് ലോട്ടസ് വാങ്ങിച്ചിട്ടുണ്ട് ഈയിടെ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വാങ്ങിച്ചതാണ്. പക്ഷേ ലോട്ടസ് എനിക്ക് ഒട്ടും സ്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇതെനിക്ക് നല്ല സ്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് കേട്ടോ. പിന്നെ ഇതിലാൽ വിത്ത് അലോവേര ആൻഡ് റെസ്പിബറി അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കാണാം. സൺ പ്രൊട്ടക്ഷൻ അധിക കാര്യങ്ങൾ അവർ ട്യൂബിൻ്റെ മുകളിൽ തന്നെ എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പെട്ടിയൊന്നുമില്ല ഗൈസ്, ഞാനിത് ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം നമ്മൾ ഓൺലൈനിൽ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെയാണ് കിട്ടിയത്. ഇതൊരു പാക്കറ്റിലൊന്നും കിട്ടിയിട്ടില്ല, ഇങ്ങനെ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ മാധവേ.